എൻ്റെ റമളാനിലെ ഒരു ദിവസത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളെല്ലാം ഒന്ന് കണ്ടാലോ. അപ്പോൾ ഈ ഒരു മസാല എന്ന് പറയുന്നത് നോർമൽ ചിക്കൻ മസാലയില്ലേ, നമ്മൾ റോളിനെല്ലാം ഉണ്ടാക്കുന്ന ഉള്ളി, അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. എന്നിട്ട് ചിക്കന് കുരുമുളകും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് വേവിച്ചിട്ട് അത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മയോണീസ് ഇട്ട് കൊടുക്കുക, ചീസ് ഇട്ട് കൊടുക്കുക. അങ്ങനെയെല്ലാം ആകുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉണ്ടാവും. ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഓയിലൊന്നും ഇല്ലാത്ത ഒരു ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി മൈദയും മിക്സ് ആക്കിയിട്ട് എടുക്കുക, ഗോതമ്പ് പൊടി മാത്രമായിട്ട് എടുക്കുക, അതല്ലാതെ മൈദ മാത്രമായിട്ടും എടുക്കാം. അങ്ങനെ ഫുഡെല്ലാം ഉണ്ടാക്കുന്നതിന് ഇടയിലായിട്ട് മക്കളെല്ലാം ഉണ്ടാക്കുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറം വന്നതാണ്. മിക്കുവിൻ്റെ ഒന്നിച്ചിട്ട് രണ്ടാൾ കളിക്കുന്നുണ്ട്. പാവാന്നവ മിക്കു അങ്ങനെ മാന്തൊന്നും ചെയ്യില്ല. നമ്മൾ ഫുഡാക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ആയിട്ട് ഫ്രൂട്ട്സിൻ്റെ പരിപാടിയെല്ലാം ആ ഒരു സമയത്ത് തന്നെ കഴിച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ വലിയൊരു പണി കുറഞ്ഞ പോലെ തോന്നുന്നു. ലാസ്റ്റ് ടൈം നമ്മൾ ഇതെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെയും നല്ലോണം കച്ചറായ പോലെയാണ് തോന്നുന്നത്. ഇപ്പോൾ പൈനാപ്പിൾ, പപ്പായ എല്ലാം നേരത്തെ ഞാൻ കട്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കലുണ്ട്. പിന്നെ ജ്യൂസ് അടിക്കുന്ന ടൈമിൽ നമുക്ക് എടുത്താൽ മതിയല്ലോ. ഫ്രൂട്ട്സിൻ്റെ ഇങ്ങനെ കട്ടാക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ മക്കളെ തന്നെയാണ് ഏൽപ്പിക്കുന്നത്. ഇപ്പം ചിക്കനെ അതേപോലെ തന്നെ അന്നുവിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിന്. ഓളും ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മസാലയെല്ലാം ഞാൻ നേരത്തെ റെഡിയാക്കിയിട്ട് വെക്കും. ലാസ്റ്റ് നമുക്ക് അതിലേക്ക് വേണ്ട മീറ്റ് ഇട്ട് കൊടുത്താൽ മതി. നമുക്കിത് എങ്ങനെ വേണമെങ്കിലും റെഡിയാക്കിയിട്ട് എടുക്കാം. പെട്ടിയപ്പം ആ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ റെഡിയാക്കിയിട്ട് എടുക്കുന്നുള്ളത്. റോളിൻ്റെ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, അതല്ലെങ്കിൽ അടൻ്റെ രൂപത്തിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഏതായാലും കുറച്ച് ഓയിലോ നെയ്യോ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിരിച്ചിട്ട് മറിച്ചിട്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ചെറിയൊരു എണ്ണയിൽ തന്നെ നമുക്കത് റെഡിയാക്കിയിട്ട് എടുക്കാം. ഡീപ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്ന ടൈമിൽ ഒരു മുട്ട പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇതേപോലെ മുക്കിയിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ലൊരു കോട്ടിങ്ങും ഉണ്ടാവും. ഞാനെല്ലാം ഈ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഉപ്പാക്ക് ചിക്കൻ്റെ അപ്പത്തിനേക്കാളും മുട്ട വെച്ചിട്ടുള്ളതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മസാല മാറ്റി വെച്ചിട്ടുണ്ടായിന്. അതിലേക്ക് ഒരു 3-4 അപ്പം മുട്ട വെച്ചിട്ടും ചെയ്തെടുത്തിട്ടുണ്ടായിന്. അപ്പോൾ അങ്ങനെ നമ്മൾ അപ്പം ഇട റെഡി ആയിന്. നമ്മൾ അപ്പവും ജ്യൂസും എല്ലാം ഇട റെഡി ആയിട്ടുണ്ട്. ആപ്പിൾ ഷേക്കാണ് അടിച്ചിട്ടുള്ളത്, അതേപോലെ തന്നെ റൂ അഫ്സയും പിന്നെ കസ്കസിലേക്ക് പഴം, ആപ്പിൾ ചെറുതായിട്ട് കട്ടാക്കിയത് എല്ലാം ഇട്ടിട്ട് അങ്ങനെയും റെഡിയാക്കിയിട്ട് എടുക്കലുണ്ട്. അതിലേക്ക് കരിക്കലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, വയറിന് നല്ല തണുപ്പും ഉണ്ടാവും. അപ്പോൾ ഇത്ര തന്നെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ബൈ.